ഗൈസ്, അപ്പോ നമ്മൾ ഇന്നൊരു അടിപൊളി ചലഞ്ച് വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കുറെ വൈറൽ റെസിപ്പീസ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിക്കും. കുറെ നാൾക്ക് മുമ്പ് ബൺമസ്ക വന്നു, അവനെ ഇപ്പം കാണാനില്ല സുഹൃത്തുക്കളെ. പിന്നെ ഞെട്ടിക്കൽ ബിരിയാണി, അതും വഴിയേ പോയി. അങ്ങനെ ഓരോ ഐറ്റം ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യത്തിൽ വൈറൽ ആവുന്ന സാധനങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണോ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് കഴിച്ചു നോക്കാം. ഞങ്ങൾ പറയാം, നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അതെ. അപ്പൊ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തുർക്കിഷ് എഗ് ആണ്. ടർക്കിഷ് അതൊന്നല്ലേ ടർക്കിഷ്. ഇതൊക്കെ ഫോറിനിൽ നിന്ന് ട്രെൻഡിങ് ആയി നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ഒരു ഐറ്റം ആണ്. ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. അവിടെ അവരൊക്കെ ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പം നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് നോക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ റെസിപ്പി ആയിട്ടുള്ള തുർക്കിഷ് എഗ് ആണ് നമ്മൾ ആദ്യമായി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. തുടങ്ങാം. അപ്പോ തുർക്കിഷ് എഗ് മതി കേട്ടോ. നമ്മുടെ മുളക് പൊടി ആൻഡ് ബട്ടർ ആൻഡ് മല്ലിയില, ഉപ്പ്, ഗാർലിക്, ചില്ലി ഫ്ലേക്സ്. ഓക്കെ. പിന്നെ ഗ്രീക്ക് യോഗട്ട്, മെയിൻ തരം എഗ്. എഗ് അവിടെ എഗ് ഒരുപാട് വെന്ത് പോവല്ലേ, ഇങ്ങനെ ഒലിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ. നമ്മളിന്ന് കിച്ചണിൽ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ മൊത്തം കത്തിക്കാൻ പോകുന്നത്. ഇത് സുഖമുണ്ട്, രസമുണ്ടല്ലേ? എല്ലാം എടുത്തോണ്ട് പറഞ്ഞു. അടുക്കള അടുത്താണല്ലോ. നിങ്ങൾ അടുക്കളയിൽ പോകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ ഇനി ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ. അതെ, ഇനി നമ്മളിവിടെ. പക്ഷെ ഇവിടെ മറ്റേ ഇല്ല, എയർ വെന്റിലേഷൻ ഇല്ല, മൊത്തത്തിൽ കരിഞ്ഞിരിക്കുമെന്തോ. ആ ബട്ടർ എന്തോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നേ. അത് ബട്ടറല്ലേ ഒട്ടും. നമ്മൾ ബട്ടർ ഇത് ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് ഈ ബട്ടറും ഇതും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കുക. ആൾക്കാരൊക്കെ അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, ഇല്ലേ മൃദുലേ? കണ്ട ഗൈസ്, ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. കണ്ടോ നമുക്ക് ഇങ്ങനെ മിശ്രിതമാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഗ്രീക്ക് യോഗട്ട് അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ പരത്തണം. ദോശ പരത്തുന്ന പോലെ പരത്തണം. ഇതിന്റെ പ്രസന്റേഷൻ ആണ് മെയിൻ, അല്ലാതെ കുക്കിംഗ് ഇല്ല. അതിന്റെ ആയില്ലാന്ന് പറഞ്ഞാൽ ഞാൻ ആക്കും. നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ലല്ലേ? എടാ സത്യത്തിലേ ഇത് കറുത്ത പ്ലേറ്റിൽ വേണമായിരുന്നു ചെയ്യാൻ. കറുത്ത പ്ലേറ്റ് ഇല്ല. കറുത്ത പ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയി കണ്ടാനെ. ഇനി നമ്മൾ ഗൈസ് എന്താന്ന് വെച്ചാൽ, ഇനി നമ്മൾ കുറച്ച് മല്ലിയില ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. അയ്യോ, ഉപ്പിട്ടില്ല, മറന്നുപോയി. ഇത് ഏട്ടൻ്റെ ഇല ഫുള്ള്. എനിക്കിത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുറച്ച് ഗാർലിക്കിന് മധുരം. സൂപ്പർ ആയിരിക്കും. ഗൈസ്, ഇതേ നമ്മുടെ സാധനം ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ മണ്ടയിലോട്ട് നമ്മൾ മുട്ട വെക്കും, ഇല്ലേ മൃദുലേ? മുട്ട ഞാൻ ഇപ്പൊ കൊണ്ടുവരും. ഗൈസ്, ഇനിയാണ് നമ്മുടെ മെയിൻ താരം. നമ്മൾ ഇനി മുട്ട പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഒരു മുട്ടയ്ക്ക് സാധാരണ പുഴുങ്ങുമ്പോഴേ ചില മുട്ടകൾ ഇങ്ങനെ പൊട്ടി പുറത്തു വരുമല്ലോ, അങ്ങനെ വന്ന്. ഇത് നിങ്ങൾക്ക് തുർക്കി പോയാലേ കഴിക്കാൻ പറ്റും കേട്ടോ. അതായത് ഒരു യൂറോപ്യൻ ഡിഷിന്റെ ഒരു ഇത് വന്നില്ലേ മൃദുലേ? എവിടെയോ പിന്നെ കാണാനൊരു ലുക്കില് എല്ലാ സാധനവും നമ്മുടെ വീട്ടിലും ഉണ്ട്. എന്നാ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലേ? പരിപാടി കഴിഞ്ഞില്ല. ഇനിയാണ് ഗൈസ് നമ്മുടെ മുളകൊടിയിൽ നമ്മൾ ചാലിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ നമ്മൾ അങ്ങോട്ട് തട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒഴിക്കണം കേട്ടോ അതിന്റെ മണ്ടയിൽ കൂടെ. ഓ, പക്ഷെ എന്റെ മനസ്സ് പറയുന്നു മൃദുലേ, ഇതൊരു ജിഞ്ചാങ്കടി ഗുങ്കാങ്കടി ഐറ്റം ആയിരിക്കും. ഏട്ടൻ ഇത് എന്റെ അടുത്ത് ഇനി ഉണ്ടാക്കാൻ പറയൂ. ഇനി ഞാൻ ചിലപ്പോ സൂപ്പർ ആണെങ്കിൽ ഹാഫ് കുക്ക് ആയിരിക്കണം. 3 മിനിറ്റ് സാധനം കുക്ക് ആവാം. പിന്നെ ഉടനെ എടുത്ത് തണുത്ത വെള്ളത്തിൽ ഇടണം. അതെ. പിന്നെ നമ്മുടെ പറയണ്ടല്ലോ, നമ്മുടെ ഈ നമ്മുടെ ബട്ടറും മുളകൊടിയൊക്കെ വരുമ്പോ അതിന്റെ ടേസ്റ്റ് ഒന്ന് മാറും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇനി എന്തായാലും ഇത് വേറൊന്നിനും വേണ്ട. പതിയെ പൊട്ടിക്കണം. ഇങ്ങോട്ട് ഇവിടെ എടുക്കൂ. പൊട്ടിക്കുമ്പോ ഈ എഗ് ഇങ്ങനെ യോക്ക് ഇങ്ങനെ ഒലിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ ഓവർ കുക്ക് ആയി കറക്റ്റ്. സെറ്റ്. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. ഇപ്പുറത്തും കൂടെ ഇനി കൊതി വരുന്നടി. എനിക്ക് വായിന്ന് വെള്ളം വരുന്നത് സത്യമായിട്ട്. ഇരിച്ച് കുക്കായി പോയി, പക്ഷെ മറ്റേത് കറക്റ്റ് ആണ്. ഓക്കെ ഗൈസ്, കഴിച്ചോളൂ. ബ്ലാസ്റ്റ് ഐറ്റം സക്സസ്. അടിപൊളിയാടാ. ആണോ? അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നല്ലൊരു ഐറ്റം അല്ലേ? അടിപൊളി അല്ലേ? ഒരു ചില്ലിയുടെ ഫ്ലേവറും ബട്ടറും. എനിക്കും ഇത് ഉണ്ടാക്കിയ ഇത് കണ്ടപ്പോഴേ തോന്നി ഇത് സൂപ്പർ ആയിരിക്കും. ഗൈസ്, അപ്പൊ നമ്മുടെ വൈറൽ ട്രെൻഡിങ് ഐറ്റത്തിലെ നമ്മുടെ തുർക്കിഷ് എഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണല്ലേ ഗൈസ്. നമുക്ക് എന്ത് ഇതിങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് സോഫ്റ്റ് ആടി ഇത് കഴിച്ചോളൂ.
എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത് സാധനമാണ് അടിപൊളി ചേട്ടാ. എന്തൊക്കെ ഫ്ലേവറാണ്. മുട്ട ഇല്ലേലും അത് മാത്രം തിന്നാനും ടേസ്റ്റ് ഉണ്ട്. ജിഞ്ചാങ്കടി ഐറ്റോ, ഇത് അടിപൊളി ഐറ്റം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. സൂപ്പർ സാധനം. ഞാൻ ഇനി ഉണ്ടാക്കി തരാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ഗൈസ്, അടുത്ത ഐറ്റമാണ് വൈറൽ ചീസ് മാഗി. ഈ സാധനം സത്യം പറയുമ്പോൾ മാഗി ഞാൻ കഴിച്ചിട്ട് ഒരു 6-7 മാസമായി കാണും. കുറേ നാളായി കഴിക്കണമെന്നില്ല. പണ്ടൊക്കെ എപ്പോഴും ഒന്നിക്കൊന്നിലൂടെ വേണമായിരുന്നു. നമ്മുടെ ഇതിലെല്ലാം വൈറലെല്ലാം അൺഹെൽത്തിയാണ്. ചീസ്, ബട്ടർ ഇല്ലേ? അവര് ഇതിനകത്ത് ഇനിയും ബട്ടർ ഇടുന്നുണ്ട്, നമ്മൾ ഇടുന്നില്ല. നമുക്ക് 2 ബട്ടർ ഇട്ടാ 2 സ്ലൈസ് മതി അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ നേരെ ചീസ് ഒരു സ്ലൈസ് ഇട്ടു. 3-4 ഇടുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സ്ലൈസ് ഇട്ടു ഗൈസ്. 2 മതിയല്ലോ? 2 മതി. കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഓക്കെ, നമ്മൾ ഷെഷ്വാൻ ഇട്ടിട്ടുണ്ട്. ചിലതിൻ്റെ കൂടെ ബട്ടർ ഇടും, മയണൈസ് ഇടും. അത് രണ്ടും നമ്മൾ ഇടുന്നില്ല, ഇത് മതി. പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയന്റ് ചീസും മാഗിയാണ്. നമ്മൾ അത് കേന്ദ്രീകരിച്ചാൽ മതി. ഇത് പെട്ടെന്ന് കരിയും. സ്ലോക്കൊക്കെ പെട്ടെന്ന് കരിയുന്ന കേട്ടോ. ഞാൻ ഇത് മാഗിയുടെ പൊടി തട്ടുവാണേ. ഓക്കെ ഗൈസ്, ഇനി അതിനകത്തോട് നമ്മുടെ മാഗിയുടെ പൊടിയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. 2 മാഗിയുടെ പൊടി. ഓക്കെ, ഇനിയാണ് ഗൈസ് ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ഒരു വിയേഡ് സാധനം. പാലാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല ഈ പാലും ചീസും മാഗിയുടെ പൊടിയും എല്ലാം കൂടിയൊക്കെ അടിപൊളിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒരാൾ കരയുന്നു. നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരുന്ന സൗണ്ട് ഉണ്ടാവത്തില്ല. അമ്പൂന് കൊടുക്കണ്ട കേട്ടോ ചീസ് മാഗി ഒന്നും. ഞാൻ കൊടുക്കത്തില്ല. ഇളക്കി ഇതൊന്ന് ചീസ് ഒന്ന് ഇതിനോടൊന്ന് പിടിക്കണം. പക്ഷെ നീ നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ആണോ? അങ്ങോട്ട് വൈറലായിട്ട് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൂപ്പർ ആയതുകൊണ്ടാണല്ലോ ഇത് വൈറലായത്. തലയാട്ടുന്നത് അവിടെ ഇരി. ഇപ്പൊ തരാ കേട്ടോ. അവിടെ ഇരിയേ. അവൻ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോ ഇങ്ങനെ ആട്ടുന്ന കേട്ടോ തല. അമ്പ അവിടെ ഇരിയേ. എങ്ങനെയാ? ഓക്കെ ഗൈസ്, ഇനി നാണ് നമ്മളെ മെയിൻ താരം. ഈ മാഗി ഒടിക്കണ്ടാ, അപ്പൊ നല്ല നീളത്തിൽ കിട്ടും. അതൊന്നും അറിയില്ല. ഓക്കെ, നമ്മളെ ആ സോസിനകത്തോട്ട് നമ്മുടെ മാഗി ഇട്ട് ഇനി കുറച്ച് ഉപ്പൂടെ. ഉപ്പ് നമ്മളെ ചീസും പാല് കുറച്ചും കൂടി ഒഴിച്ച് ഇത് നല്ല മുങ്ങി കിടക്കും. പക്ഷെ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി എടുത്തില്ല. അവര് 6 ചീസ് സ്ലൈസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മള് സാധാരണ മാഗി വെക്കുമ്പം ഇത്രയും മണം വരത്തില്ല അതില്. വേറൊരു വെറൈറ്റി മണം വരുന്നുണ്ട്. സത്യം. എന്താവോ എന്തോ തമ്പരാനെ. പക്ഷെ നല്ല എന്തോ ആണെങ്കിലും നല്ല മണം വരുന്നുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അതിലായി ഇനി മണ്ടയില് ഗൈസ് കുറച്ച് മല്ലിയിലയും കൂടി ടോപ്പ് അപ്പ് ഇടാൻ പോകട്ടോ. ഒരു ചീസ് സ്ലൈസ് ഇല്ലേ എടുത്ത് മുകളിലോട്ട് വയ്ക്കുക. ആ ചൂടില് ആ ചീസ് മെൽറ്റ് ആവും. അതും കൂടെ ചേർത്ത് കഴിക്കാം. ചീസ് മാഗി. ഓ, സാധനം കളറാണ് കേട്ടോ കാണാനൊക്കെ. എങ്ങനെയുണ്ട്? ചുമ്മാ എല്ലാവരും ഓരോ സാധനങ്ങൾ വൈറലാക്കുന്നത്. അത്ര രസാ? അടിപൊളിയാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് മാഗി ഇഷ്ടമായതുകൊണ്ടും എനിക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നു. പക്ഷെ ഒരു ഹെവി ഉണ്ട് കേട്ടോ. ഒരു ഹെവി ഫീൽ ചീസ് ഇട്ടുകൊണ്ടാണ്. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മൃദുലയ്ക്ക് പിന്നെ മാഗി ഫാനാണ്. അതുകൊണ്ട് ചീസ് മാഗി ചൂട് ഔട്ട് ഓഫ് 10 എത്ര? 7. ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ചീസ് മാഗി ടേസ്റ്റ് ചെയ്തോ ഗൈസ്. കുറച്ച് പഴയ റെസിപ്പിയാണ്. നമ്മൾ ലാലേട്ടന്റെ ഒരു ഡെസേർട്ട് ഐറ്റം ആണ്. ഇതും ഒരു തരം വൈറൽ റെസിപ്പിയാണ്. ഇത് കുറെ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലാലേട്ടന്റെ റെസിപ്പിയാണ്. ലാലേട്ടൻ കുക്കിങ്ങിൽ ഒരു കില്ലാടിയാണ്. സോ കുക്കിംഗ് മാത്രമല്ല എല്ലാത്തിലും വളരെ കുറച്ച് ഐറ്റംസ് മതി. പഴം, തേങ്ങ ആൻഡ് ശർക്കര. ഇത്ര ഐറ്റം. ഐസ്ക്രീം മസ്റ്റ്. ഐസ്ക്രീം ഇപ്പോഴെടുത്ത് വെടി വെക്കല്ലേ, അലിഞ്ഞു പോകും. ഇപ്പൊ വീഴുന്നില്ലല്ലോ. ഗീ കുറച്ച് തോനെ വേണം, എന്നാലും ഇതിന്റെ ടേസ്റ്റ് മെയിൻ സാധനം ഗീയാണ്. മതിയല്ലോ, ഗീ മതി. ചെറിയ നല്ല ഞാലിപ്പൂവനാണ്, അതുകൊണ്ട് തന്നെ നല്ല മധുരം കാണും. ദേ നമ്മളെ ഞാലിപ്പൂവൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പഴം, ഗീയും പഴവും കൂടി ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഒരു പിടി ശർക്കര ചുരണ്ടിയത്, ചിരകിയതെന്ന് പറയാല്ലേ.
ചിരകിയത് തേങ്ങയാ ചിരകിയത്. കുറച്ച് ഏലക്ക പൗഡർ ഇടും. വേണോ? എന്തോ കാണിക്കും അവിടെ ഒരു കള്ള ലക്ഷണം. കള്ള ലക്ഷണമല്ല, ഈ ഏലക്ക പൊടിച്ചതാ. കുറച്ച് നമുക്ക് ഏലക്ക ഇടാം ഗൈസ്. ഏലക്ക ഒരെണ്ണം മതി കേട്ടോ. ഇവിടെ കറക്റ്റ് അമ്പലത്തിലെ പ്രസാദം. ഇനിയാണ് ഗൈസ് നമ്മുടെ തേങ്ങ. ഓക്കെ ഓക്കെ, സൂപ്പർ സാധനം. കാരണം അടിപൊളി മണം വരുന്നത്. അയ്യോ അടിപൊളി. നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് ഈ ഉണ്ണിയപ്പം വാർക്കുന്ന മണം വരുന്നത് അല്ലേ? ശരിക്കും നമ്മളാ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്നൊരു മണം അടിക്കും. ആ സെയിം മണമാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. പഴത്തിന്റെ മുകളിലോട്ട് നമുക്കുള്ള ഇനി താരമായിട്ടുള്ള വാനില ഐസ്ക്രീം. വാനില തന്നെ വേണം കേട്ടോ. വാനില അങ്ങനെ ഉണ്ട്. ഐസ്ക്രീം ഒക്കെ നമ്മൾ ഇന്ന് മാഗി ഐസ്ക്രീമും ചീസും ചീറ്റ് ഡേ. ഓ, ഞാനൊരു വലിയ മണ്ടത്തരം കാണിച്ചു. എവിടെ എടുത്ത് വെളി വെച്ച് വെള്ളം പോലെ ആയി. നമുക്ക് കുഴപ്പമില്ല, ഇപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഐസ്ക്രീം ഒക്കെ തന്നെ മെൽറ്റ് ആയിട്ട് ഒന്നാമത് ചൂട് ഇതും കൂടി ആയതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങനെ ആയിട്ടോ ഒത്തോത്ത് ഇങ്ങനെ കിടക്കാല്ലേ. ഓ അടിപൊളി. മോളെ പൊളി ഐറ്റം, പൊളിയാണ് ഗൈസ്. എത്ര മാർക്ക് കൊടുക്കും? 10. 10. ചൂടുണ്ടോ പഴത്തിന്? പിന്നെ ചൂടില്ലേ, പഠിപ്പിന് എടുത്തല്ലോ. ചൂട് പഴവും ഐസ്ക്രീമും, അതാണ് ഇതിന്റെ കോമ്പിനേഷൻ. മൃദുല പിന്നെ മധുരം അല്ലാതെ കിട്ടിയാലേ വെറുതെ വിടൂല. പിന്നെ ഇതിന്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ തിന്നുന്ന അവൻ അറിഞ്ഞു കേട്ടോ. ഹൗസ് ഇറ്റ്. സീരിയസ്ലി ലാലേട്ടാ പൊളിയായിട്ടോ. ട്രൈ ചെയ്യണം സത്യം. പക്ഷെ ഐസ്ക്രീം ക്യൂബ് ആയിട്ടിരുന്ന കുറച്ചും കൂടി സൂപ്പർ ആയിരിക്കും. കാരണം ആ തണുപ്പും ആ ചൂടും ഇതിപ്പോ മെൽറ്റ് ആയതുകൊണ്ട് അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ഞാൻ അടുത്ത് വെളിവെച്ചിട്ടാണ്. ഓ കഴിച്ചോ? അവന് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോ അവനെ തലയാട്ടെന്ന് നോക്കിക്കോണേ. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച തലയാട്ട്. ഹേ ഗൈസ്, അപ്പോ നമ്മുടെ ലാലേട്ടന്റെ മാസ്മരിക ഐറ്റം പറഞ്ഞ ആ പടം ബ്ലഡി ഹിറ്റ് ആയിരുന്നു. അടിപൊളി ഹിറ്റ് ആയിരുന്നു. കിഡിലെ ഹിറ്റ് ആയിരുന്നു. 100 കോടി പുറത്ത് പോയി. അപ്പം എന്തായാലും നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. ഇത് എവിടെ നിന്നാ നീ കൊണ്ടേ? ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. അതായത് നമ്മുടെ ആക്ട്രസ് അഹാന ഇല്ലേ, അപ്പൊ അഹാനയുടെ അമ്മയുടെ ഫ്രണ്ട് അവർക്കൊരു ആന്റി ഉണ്ട്. ആ ആന്റി അവർക്ക് ഉണ്ടായിക്കൊണ്ട് കൊടുത്തൊരു വെറൈറ്റി ഐറ്റം ഡെസേർട്ട് ഐറ്റം ആണ് കേട്ടോ. ഇതിന്റെ മെയിൻ ഐറ്റം എന്താണെന്ന് അറിയോ? ഒരു ബീട്രൂട്ടും ഒരു ആപ്പിളും. ഞാൻ ആദ്യം ബീട്രൂട്ട് നല്ലോണം ഒരു സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞിട്ട് കുക്കറിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് 3 ഫിസിലിട്ട് അത് ആറിയതിനു ശേഷം അരച്ചെടുത്തതാണ്. ആ ഒരു ആപ്പിള് ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ ചെറുതായിട്ട്. പിന്നെ ഇതിന് വേണ്ടത് ഗീ. പിന്നെ വേണ്ടത് സിമ്പിൾ റെസിപ്പി ഇച്ചിരി പഞ്ചസാര, ഒരു ഏലക്ക. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച ബീട്രൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ നല്ലോണം കുറച്ച് കൊടുക്കാം. 120 മതി. ബീട്രൂട്ട് ഒരു സാധനമാണ്, നല്ല ഹെൽത്തി ആണെങ്കിൽ പോലും എനിക്ക് ഇത് പക്ഷെ അങ്ങനെയും കൂടെ കുറച്ച് പേര് പറയുന്നുണ്ട് ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവരും ഈ ഒരു സാധനം കഴിക്കും എന്ന്. ബീട്രൂട്ട് തോരൻ വെച്ചാൽ ഞാൻ സാധാരണ അങ്ങനെ ഇഷ്ടമല്ല, ഇടം കഴിക്കത്തില്ല. പക്ഷെ ബീട്രൂട്ട് നല്ല കേട്ടോ. ഇടയ്ക്ക് ഈ ABC ജ്യൂസ് കുടിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ കുറെ ഡോക്ടേഴ്സ് പറഞ്ഞു ABC ജ്യൂസ് അത്ര നല്ലതല്ല. ഞാൻ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പഞ്ചസാര മിക്സ് സാധാരണ ബീട്രൂട്ടിന് അങ്ങനെ സ്വീറ്റ് ഇല്ലല്ലോ, കുറച്ച് പഞ്ചാര ഇടുമ്പോൾ സ്വീറ്റ് ആവും. പിന്നെ നമുക്ക് ഫൈനലായിട്ടുള്ള ആപ്പിൾ ഇടാം കേട്ടെ. നമ്മുടെ വെള്ള ആപ്പിൾ അങ്ങ് റെഡ് ആവും. ഈ ബീട്രൂട്ടിനകത്ത് എന്തിട്ടാലേ ബീട്രൂട്ടെ ഡോമിനേറ്റ് ചെയ്യും. എന്തിട്ടാലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈറൽ ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി കേട്ടോ. മധുരം പക്ഷെ ഇച്ചിരി കുറവാ, കാരണം ഞാൻ പഞ്ചസാര കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷെ എന്നാലും അടിപൊളി. കഴിക്കുന്ന ബീട്രൂട്ട് ആണെന്ന് അറിയുന്നില്ല. ആപ്പിളിന്റെ ടേസ്റ്റ്, പിന്നെ മറ്റേ നമ്മുടെ ഉണക്കമുന്തിരിയുടെ ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. ജാമിന്റെ അതേ കളർ കേട്ടാ.
മധുരം ഇച്ചിരി കുറവുണ്ട്. മധുരം ഞാൻ മനഃപൂർവ്വം ഇത്ര ഇട്ടുള്ളൂ, പഞ്ചസാര അത്ര ഇട്ടുള്ളൂ. കൊള്ളാം. പക്ഷെ ലാലേട്ടൻ അത് ടോപ്പാ. അത് നമ്മൾ അത് കഴിച്ചിട്ട് ഇത് കഴിക്കുന്നോണ്ട് ഒന്നും ആവത്തില്ല. കൊള്ളാം. ഇതെപ്പോഴാ കഴിക്കുന്നത്? ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിക്കുന്നതാ. പക്ഷെ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം ചവ കിട്ടുമല്ലോ. കഴിക്കണം സൂപ്പറടാ, നല്ലയാ. ചുണ്ടു മുറിഞ്ഞ ഇഷ്ടപ്പെട്ട തലയാട്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വൈറൽ റെസിപ്പി ചലഞ്ച് ഇതേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇനിയും കിടിലമായിട്ടുള്ള റെസിപ്പീസ് ഇങ്ങനെ വൈറലായിട്ടുള്ള നമുക്ക് ഇൻസ്റ്റയിലും മൃതിലേക്ക് എനിക്കും ഷെയർ ചെയ്ത് തരാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ചലഞ്ച് നമ്മൾ എത്ര ഡിഷ് ചലഞ്ച്? 4 ഡിഷ്. എനിക്ക് ഇതിൽ ടോപ്പ് അടിപൊളി വൈറൽ റെസിപ്പിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ ലാലേട്ടന്റെ ഐറ്റമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഡെസേർട്ട് ഐറ്റമാണ്. നിങ്ങൾ ചോറൊക്കെ കഴിച്ചാൽ എരിയുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടായി നോക്ക്, അടിപൊളി. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ആദ്യത്തെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ തുർക്കിഷ് എഗ്, അത് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നു നമ്മുടെ ബീട്രൂട്ട് സ്വീറ്റ്. ഇത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ബീട്രൂട്ട് പലരും കഴിക്കത്തില്ല, പക്ഷെ ഇങ്ങനെ കഴിക്കും. അതുപോലെ ഇതിനകത്ത് കുറച്ച് ഐസ്ക്രീം ഇട്ടു, മറ്റേ ഫ്രൂട്ട് സലാഡ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് അല്ലാതെ എടുത്ത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എനിവേ ലാസ്റ്റ് സ്ഥാനത്ത് നമ്മൾ മാഗിയെ തള്ളുന്നു ഗൈസ്. മാഗിയെ തള്ളിക്കളയുന്നു ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചലഞ്ച് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയുള്ള കാണുന്നവരേ ബൈ.